നിങ്ങൾ അഹമ്മദാബാദ് പോയി നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദ് പള്ളിയിൽ കാണാം, അവിടെ കിടക്കുന്ന മഹാൻ ദർസ് നടത്തിയ സ്ഥലത്ത് 2 കട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം, ഉയർത്തി കെട്ടിയിരിക്കുന്നത് കാണാം. അപ്പം എന്താ സംഭവം? എന്താ 2 കട്ടിൽ? നിങ്ങൾ അഹമ്മദാബാദ് പോയി യാത്ര ചെയ്തേക്കണം, അത് പോയി നോക്കണോ? അവിടെ പോയാൽ കാണാം 2 കട്ടിൽ ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ടാവും ദർസ് നടത്തിയ സ്ഥലത്ത്. എന്താ കാരണം? ഒന്ന് മൂപ്പര് ദർസ് നടത്തുന്ന കൊടുത്ത് രോഗമായി പെരുകി കിടന്ന് ദർസിന് പോയില്ല. പിന്നെ ലീവൊക്കെ കഴിഞ്ഞ് സൊക്കടൊക്കെ മാറി ചെന്നപ്പോ എന്ത് ചെയ്തു? മൂപ്പര് വെച്ചുകൊടുത്തുനിന്ന് മൂപ്പര് ഓതി. കുട്ടികൾ പറഞ്ഞു അവിടെ അല്ലല്ലോ നമ്മൾ വെച്ചത്. അപ്പൊ കുട്ടികളെടുക്കൽ ദർസ് മുടങ്ങിയിട്ടില്ല, നിത്യം ഉസ്താദ് അവിടെ വന്നേക്കണം. കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ നിത്യം ഇവിടെ വന്നേക്കണല്ലോ, ഞങ്ങൾക്ക് ഓതി തന്നേക്കണല്ലോ, നിങ്ങൾ നിത്യം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ. മൂപ്പര് അപ്പോഴാ മൂപ്പർക്ക് റസൂലുള്ള വിവരം കൊടുത്തത്, അത് നിങ്ങളെ ദർസ് മുടങ്ങാത്ത ദർസാ, ചെറിയൊരു അസുഖം കൊണ്ട് മുടങ്ങിയപ്പോ ഞാൻ വന്ന് ഓതി കൊടുത്തതാ കുട്ടികളെ മുമ്പിൽ, ഞാനാണ് ഓതി കൊടുത്തത്. ഉടനെ ഉയർത്തിക്കെട്ടി റസൂലുള്ള ഇരുന്ന കെട്ടുമ്പോ പിന്നെ ഇരുന്നില്ല. മുത്ത റസൂലുള്ള ഇരുന്ന കട്ടിൽ പിന്നെ ഉയർത്തിക്കെട്ടി പിന്നെ ഇരുന്നില്ല. അതാ ബഹുമാനം. അവിടെ ഉയർത്തിക്കെട്ടി. എന്നിട്ട് പിന്നെ പുതിയ കട്ടിൽ കൊടുത്ത് പിന്നെ ദർസ് തുടങ്ങി. അത് പിന്നെ മൂപ്പര് വഫാത്തിന് ശേഷം അത് കാരണം അവിടെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ കട്ടിലല്ല, ഇത് കളിക്കാൻ പറ്റിയ കട്ടിലല്ല. അപ്പൊ നിങ്ങൾ നോക്കി, ഞങ്ങളുടെ നാട്ടിൽ കൽപ്പകഞ്ചേരി മൂപ്പന്റെ വീട്ടിലുണ്ട് മമ്പുറത്തെ പാപ്പ ഇരുന്ന കട്ടിൽ. ഞാൻ പോയാലുണ്ട് അവിടെ മമ്പുറത്തെ പാപ്പ ഇരുന്ന കട്ടിൽ. കക്കാട് കൂരാടിൻ്റെ അടുത്ത് പാപ്പാന്റെ തലപ്പാവുണ്ട്, മമ്പുറത്തെ പാപ്പാന്റെ തലപ്പാവുണ്ട്. അങ്ങനെ പല ആസാദുകൾ പലയിടത്തും ഉണ്ട്. ഈ ദുന്യാവ് നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടല്ലേ.